സ്പെയിനിലെ ഗ്വാദലുപ്പയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 1420 സ്പെയിനിലെ ഗ്വാദലുപ്പയിലെ ദേവാലയത്തിൽ ഫാദർ ഡോൺ പെഡ്രോ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു. കൂദാശ കർമ്മത്തിൻ്റെ സമയത്ത് മുകളിൽ നിന്നൊരു മേഘമിറങ്ങി അൾത്താരയിൽ ആകെ വ്യാപിച്ചു. തൽഫലമായി അദ്ദേഹത്തിന് ഒന്നും കാണാൻ സാധിക്കാതെയായി. ദിവ്യകാരുണ്യ ഭക്തനായ ആ വൈദികൻ വിശുദ്ധ കുർബാനയിലുള്ള തൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. സാവധാനം മേഘം അപ്രത്യക്ഷമായി. പെട്ടെന്ന് തന്നെ അത്ഭുതകരമായ മറ്റൊരു സംഭവത്തിന് അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. ആ തിരുവോസ്തി താനെ ഉയർന്ന് കാസയുടെ മുകളിൽ നിന്ന് വന്നു നിന്നു. അതിൽ നിന്ന് രക്തത്തുള്ളികൾ കാസയിലേക്ക് ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. കാസ നിറഞ്ഞു കവിഞ്ഞ് തിരുരക്തം കെത്താനയിലും പിലാസയിലും വീണു. അവ രക്തത്താൽ നനഞ്ഞു കുതിർന്നു. കാലങ്ങൾക്ക് ശേഷം ഫാദർ ഡോൺ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് മെത്രാനോടും സഹവൈദികരോടും വെളിപ്പെടുത്തി. സഭയുടെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷം തിരുശേഷിപ്പുകൾ പരസ്യമണക്കത്തിനായി സ്ഥാപിച്ചു. കസ്റ്റസിലെ രാജാവ് ഡോൺ ഹുവാൻ രണ്ടാമനും രാജ്ഞിയും ഈ അത്ഭുതത്തിൻ്റെ വലിയ ആരാധകരായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം ഫാദർ ഡോണിൻ്റെ കബറിടത്തിൻ്റെ സമീപമാണ് ഇവരെയും അടക്കം ചെയ്തിരിക്കുന്നത്. ഈ അത്ഭുതം പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയ നിരവധി രേഖകൾ ഇന്നും ലഭ്യമാണ്. 1926 നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ഈ തിരുശേഷിപ്പുകൾ പ്രദർശിപ്പിച്ചിരുന്നു. ഈശോയുടെ തിരുരക്തം പതിഞ്ഞ കെത്താനയും പീലാസയും ഇവിടം സന്ദർശിക്കുന്നവർക്ക് ഇന്നും കാണാൻ സാധിക്കും.